ഫ്ലാഷ് ബാക്ക്. നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഊക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചു പറഞ്ഞ മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ചിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ല നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രയും ഹേർട്ടാവുക. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. അടിച്ചിട്ട് മൂന്നന്റെ ചേപ്പിയാൻ പറ്റും നായിന്റെ മോനെ. അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിൽക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ല. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇയാളെല്ലാം അടിക്കൂന്നാ പറയുന്നത്. നീ കുറെ നേരമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. എടാ ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ, മനസ്സിലായോ? ഇയാളെല്ലാം അടിക്കൂന്നാ ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമനെ ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അടിച്ച് മോന്ത പൊളിക്കുന്ന എടാ അടിക്കാന് എടാ മോന്തക്ക് കൈയെത്താനൊരു ഐറ്റമാണ്. ഇയാളെ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.